ഹോട്ടൽ സ്റ്റൈലിലുള്ള രസമാണ് കേട്ടോ ഇത്. ഹായ് ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലിട്ട് വീണ്ടും വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് എന്താ വന്നിട്ടുള്ളതെന്ന് അറിയോ? ഇന്നൊരു രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ സ്റ്റൈലിലൊരു രസം ഉണ്ടാക്കിയാലോ ഇന്ന്. ആ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ രസം ഉണ്ടാക്കാൻ ഇതാ: ചെറിയ ജീരകം, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് കുരുമുളക് കേട്ടോ. എൻ്റെ അടുത്ത് ഇവിടെ കുരുമുളക് പൊടിയാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചതക്കാൻ. അപ്പോൾ ഇത് ചതച്ചിട്ട് വരാം. അപ്പോൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ഈ കാണുന്നത്. കുരുമുളക് പൊടി, ഒരു പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാൻ ഒരു പച്ചമുളക്, 2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയല്ല യൂസ് ചെയ്യണ്ടേ, സാധാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അത് പിന്നെ എന്താ കറിവേപ്പിൻ്റെ ഇല, ഇത്രയും ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചതച്ച് വെച്ചു കേട്ടോ. പുളി നന്നായിട്ട് തിരുമ്പി എടുത്തിട്ടുണ്ട്. അതിലേട്ട് ഒരു തക്കാളി കേട്ടോ. ഒരു തക്കാളി നൈസായിട്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാട്ടാറ് കേട്ടോ. പുളിവെള്ളം പിഴിഞ്ഞത്, അതേമേക്ക് ഒരു തക്കാളി നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് മിക്സിയിലിട്ട് ഒരടി അടിച്ചാലും മതി കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചാൽ നല്ലോണം ആവൂലേ, അപ്പോൾ അത് വേണ്ട. കൈയും കൊണ്ട് എങ്ങനെ ആക്കിയാൽ മതി. നമ്മൾ പുളി കൈയും കൊണ്ടല്ല ആക്കണം, അതേമാതിരി ഇതും തന്നെ കൈയും കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. നല്ലോണം ആക്കണം. കുറച്ച് രസപ്പൊടി കേട്ടോ. ഞാൻ രസത്തേക്ക് കായം യൂസ് ചെയ്യാറില്ല, ഈ രസപ്പൊടി മാത്രം യൂസ് ചെയ്യാം. 1.5 സ്പൂണ് രസപ്പൊടി കേട്ടോ. അപ്പം ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് പൊന്നു ഫാൻ ഓഫ് ആക്ക. നിൽക്കണില്ല, അതാണ് പ്രശ്നം. പൊന്നു ഫാൻ ഓഫ് ആക്ക. അപ്പൊ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. കടുക് കേട്ടോ. കടുക് പൊട്ടിട്ടോ. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച സാധനമല്ലേ, ചെറിയ ജീരകം, കുരുമുളക് പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല പച്ച കൊടുക്കണം കേട്ടോ. 2 ഉണക്കമുളക്, അതിനൊന്നും ഇങ്ങനെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. രസത്തേക്ക് മഞ്ഞപ്പൊടി ഇടണം, അല്ലാതെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മണം ഉണ്ട് കേട്ടോ. രസത്തിന്റെ മണം ഇവിടെ വെക്കുമ്പോൾ അവിടെ കേൾക്കും. അപ്പോൾ രസം റെഡിയായി. ഇതാണ്ടോ രസം, കണ്ടില്ലേ? ഒന്ന് തിളക്കട്ടെ കേട്ടോ. ലൈറ്റായിട്ട് തിളച്ചാൽ മതി, നല്ലോണം തിളക്കേണ്ട ആവശ്യമില്ല. നല്ലോണം തിളച്ചാൽ ഇത് രസത്തിൻ്റെ ആ ടേസ്റ്റ്
മുളകിൻ്റെ സ്മെല്ല് കേട്ടാ ചുമ വരും, അലർജി. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നാലേ പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് രസം ഉണ്ടാക്കാം. രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. രസം കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതേമാതിരി ചെയ്ത് നോക്കി ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് പറയും. ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പിടട്ടെ. ഉപ്പിടാൻ മറന്നു. ഉപ്പ് അവരങ്ങനെ തന്നെ. ഒന്നും പറയാനില്ല. രസം നല്ല രസമുണ്ട്. രസം നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഒരു തളങ്ങനെ വരുന്നതിന് മുമ്പ് നമ്മൾ ഓഫാക്കണം. അപ്പോൾ ഈ രസത്തിൻ്റെ മണം പുറത്തെവിടെയും, ഇപ്പം ഇവിടെ രസം വെച്ച് പുറത്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനത്തെ സ്മെല്ലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇഷ്ടപ്പെട്ട വീണ്ടും എൻ്റെ രസം എന്നെ നിങ്ങൾ ആലോചിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ രസം ഉണ്ടാക്കാൻ ഒരു പണിയില്ല കേട്ടോ. 5 മിനിറ്റ് മതി, രസം റെഡി. ഇപ്പോൾ ഇത് അങ്ങനെ പൊന്തണുണ്ട് കേട്ടോ. 2 ദിവസം 3 ദിവസം വെക്കാം കേട്ടോ, നമുക്ക് കഴിക്കാം. ഇപ്പം ഇന്ന് രസം വെച്ചില്ല, ഇനി നാളെ ഈ രസം ഉണ്ടാവും. ഇന്നും ഉണ്ടാവും, നാളെ ഉണ്ടാവും കേട്ടോ. രസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഇങ്ങനെ ടേസ്റ്റിയാണ് കറി ഉണ്ടെങ്കിൽ. തേങ്ങ അരച്ച് കുറേ ബുദ്ധിമുട്ടി അതൊക്കെ ചെയ്യണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് എളുപ്പപ്പണിയിൽ കുറച്ച് പുളി എടുത്ത് ഉണ്ടാക്കുക, ഒരു തക്കാളിയിലെ രസപ്പൊടി ഇടുക, പിന്നെ ഈ ചെറിയ ജീരകവും കുരുമുളകും വെളുത്തുള്ളിയില്ലാത്ത വീടില്ലല്ലോ, അതെടുത്തിട്ട് ചതക്കുക, അത് താളിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ഒരു ഐറ്റംസാണ്. അപ്പോൾ തിളച്ച് വരുന്നുണ്ട് എൻ്റെ രസം. ഒന്ന് തിളക്കട്ടെ. ഉണ്ടാവും. എൻ്റെ രസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വല്യമ്മക്ക്. വല്യമ്മ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ, ഇവിടെ ഇല്ല കേട്ടോ, എൻ്റെ വീട്ടിലവിടെ വിരുന്ന് വരുമ്പോൾ ഞാൻ രസം ഉണ്ടാക്കി കൊടുത്ത് ഭയങ്കര ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ചോദിക്കും. തിളച്ചു കേട്ടോ, തിളക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് തിളച്ചാൽ മതി, കൂടുതൽ തിളക്കണ്ട. അപ്പോൾ രസത്തിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഇതെന്താണെന്ന് അറിയില്ലേ, നമ്മളെ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സാധനം മല്ലിച്ചപ്പ്. ഏതൊരു സാധനത്തേക്കും ഇങ്ങനെ മല്ലിച്ചപ്പ് ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ല മണം കിട്ടും കേട്ടോ, വേറൊന്നുമില്ല. അപ്പോൾ കണ്ടോ, എൻ്റെ രസം റെഡി. 5 മിനിറ്റ് കൊണ്ട് രസം റെഡി. നമ്മൾ കറി വെക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. അപ്പം ഇന്ന് രസം കൂട്ടിയിട്ട് ചോറ്. അപ്പം സൂപ്പർ കൂടുതൽ തിളക്കാൻ പാടില്ല കേട്ടോ. അപ്പം സൂപ്പർ രസം റെഡി. കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ രസത്തിൻ്റെ ടേസ്റ്റ് ഹോട്ടൽ സ്റ്റൈലിലുള്ള രസമാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, തക്കാളി പാറി നിൽക്കണം കേട്ടോ. കാരണം എന്താ, കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ തക്കാളി താന്നു പോകും, അങ്ങനെ പാടില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തിളച്ചില്ല എന്ന് ഒരേ ഒരു തള പൊങ്ങിനോട് കൂടെ ഗ്യാസ് ഓഫാക്കി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ് രസം റെഡി. അപ്പോൾ എൻ്റെ രസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. അതേമാതിരി നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയേ. 5 മിനിറ്റിൽ നമുക്ക് കറി റെഡി. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരികയെന്നുണ്ടാ 5 മിനിറ്റിൽ രസം വെച്ചിട്ട് ചോറുണ്ടാ റെഡി കേട്ടോ. അപ്പോൾ ഈ രസം കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, രസവും ചിക്കനും വെണ്ടക്കൊപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഈ രസം കൂട്ടിയിട്ട് വേറെ ഒന്നും വേണ്ട നമുക്ക്. ഒരു മുളകുണ്ടെങ്കിൽ ചോറ്. അടിപൊളി രസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും.
അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.